Hello. Yes, Magic ma'am. morning. Morning. Happy Magic Monday. morning. Magic, Okay. magic morning. Magic morning to all. Okay, Thank sir. you. Okay. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാബിൾ ടോക്ക് ആൻഡ് ബി മാജിക് ഫൗണ്ടറും ദ ക്ലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ കോച്ചുമായിട്ടുള്ള നമ്മുടെ സേഫ് വാളപ്ര സാറാണ്. അപ്പോൾ ഇന്നത്തെ ലോ ഓഫ് അട്രാക്ഷൻ സെക്ഷൻ എടുക്കാൻ വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, സേഫ് സർ. സർ കേൾക്കാവോ? ഹലോ. ഓക്കെ, സേഫ് സർ. ഓക്കെ, 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഗുഡ് മോർണിംഗ്. എല്ലാവരും മാജിക് മോർണിംഗ് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകളേക്ക് ഒന്ന് വിളിച്ചു വെക്കുക. ഡീറ്റെയിൽസ് ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു വെക്കുക. ഓക്കെ, ഏകദേശം 85 ആളുകളുള്ള നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇത്രയും ആളുകളാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, കാരണം 19 പേരാണ് ക്ലാസ്സിലുള്ളത്. ഓക്കെ, ഗോപിക സർ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാണോ? കഴിഞ്ഞാലാണോ? ഹലോ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞോ? ഓക്കെ, ഫൈൻ, താങ്ക് യു. സോ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം കുറച്ചും കൂടെ ആളുകളെ നമ്മൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത്? ലീഡേഴ്സ് ഉണ്ടതില്ലേ? ക്ലാസ് ലീഡേഴ്സ് ഉണ്ടോ? സക്സാർ ഇന്ന് ശ്രദ്ധിക്കണ ഏരിയ. ഓക്കെ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഗെയിൻ ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. എനിക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ആരാണെന്ന് അറിയാം? അദ്ദേഹം ആരാണെന്ന് അറിയാം? ഈ പിക്കിൽ കാണുന്ന ആളെ ജെഫ് ബിക്കോസ് ആണ്. ജെഫ് ബെസോസ് ആണ് ഈ കാണുന്ന ഒരാളെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ ഫൗണ്ടർ ആണ് ജെഫ് ബെസോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു വലിയ ആമസോൺ എന്ന് പറയുന്ന എംപയർ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിന്റെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ വിഷ്വലൈസേഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷൻസിൽ നമ്മൾ സംസാരിക്കുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും, കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാത്തായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കൂടെ ഞാൻ പ്ലേ ചെയ്യുന്നു. അപ്പൊ ആ വീഡിയോ നിങ്ങൾ അഥവാ ഞാൻ പ്ലേ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്നെ റിമൈൻഡ് ചെയ്യാം. ഓക്കെ, വീഡിയോ പ്ലേ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്നെന്ത് ചെയ്യാം? അവസാനത്തിൽ ഒന്ന് റിമൈൻഡ് ചെയ്താണ്. നിങ്ങൾക്ക് PPT കാണാൻ പറ്റുന്നുണ്ടോ?
കാണാം സാർ, കാണാം. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വെൽത്ത് വിഷ്വലൈസേഷൻ ആണ് ഇദ്ദേഹം ഈ ഒരു എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് എന്താണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കോട്ടാണ്. ആ കോട്ട് ഞങ്ങളോട് ജസ്റ്റ് സൂചിപ്പിക്കുന്നുള്ളൂ. ഇഫ് യു ക്യാൻ ടോളറേറ്റ് ക്രിറ്റിസിസ് ഡോണ്ട് ഡു എനിത്തിങ് ന്യൂ ഓർ ഇൻട്രസ്റ്റിംഗ്. എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായിട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തായി കഴിഞ്ഞാലും അത്തരം ക്രിട്ടിസൈസും അതേപോലെ തന്നെ ആളുകളുടെ പരിഹാസവും ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ബാക്കോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ ഇദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ടുഡേ ഈസ് ആമസോൺ ഫൗണ്ടർ ജെഫ് ബെസോസ് ആണ്. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് 200 ബില്യൺ ആണ്. എത്ര വരും ബഷീർക്ക? 200 ബില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൈസയിലേക്ക് വരികയാണെങ്കിൽ എത്ര വരാൻ ചാൻസ് ഉണ്ട്? 200 ബില്യൺ ഐഡിയ ഉണ്ടോ എനിബഡി? 1 ട്രില്യൺ 12 പൂജ്യം, അപ്പൊ ഒരു 9-10 പൂജ്യം കൂട്ടാം. 10 പൂജ്യം കൂട്ടാം അല്ലെ? എന്ന് പറഞ്ഞാല് ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ കോടി, 10 കോടി, 100 കോടി, 1000 കോടി, പിന്നെ 1000 കോടി കഴിഞ്ഞാൽ 10,000 കോടി, പിന്നെ ലക്ഷം കോടി, പിന്നെ 10,000 ലക്ഷം കോടി, പിന്നെന്തായി, പിന്നെ കോടി, ലക്ഷം കോടി കഴിഞ്ഞാൽ അത്രയും ഇന്ത്യൻ പൈസ. കോടി പെരുക്കണം സർ, അതിനെ 80 കൊണ്ട് പെരുക്കണം. ഡോളറിലാണ്. ഇന്ത്യൻ പൈസയിലേക്ക് വരുമ്പോ എമൗണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഡോളറല്ല. ഇന്ത്യൻ പൈസയിലേക്ക് വരുമ്പോഴുള്ള ഡോളർ ഇത് പറയുന്നത് 1,6,6,7,5,0,0,0,0,0,0,0,0,0,0,0,0. 1, 2, 3, 4, 5, 6, 7 പൂജ്യം ഉണ്ട്, പിന്നെ കുറെ ഉണ്ട്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള പൈസ. ഓക്കെ, ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് റുപ്യാണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും വലിയ ഒരു എംപയർ ഇദ്ദേഹം എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അതും സ്വന്തമായിട്ടൊരു കമ്പനി ഇല്ലാതാണ്. അപ്പോ എന്താണ് ബാക്കിയുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ ഹിസ് വെൽത്ത് വിഷ്വലൈസേഷൻ ഈസ് ഫണ്ടമെന്റൽ ടു ഹിസ് സക്സസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വെൽത്ത് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് അച്ചീവ് ഗോൾസ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്, വിഷ്വലൈസേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് വെൽത്ത് വിഷ്വലൈസേഷൻസ് അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് ഈ വെൽത്ത് വിഷ്വലൈസേഷൻസിന്റെ അഡ്വാൻറ്റേജ്? വെബ് റിസർച്ച് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് പഠിക്കാനും കൂടി വേണ്ടി റെഫർ ചെയ്തൊരു കാര്യമായിരുന്നു. ഓക്കെ, കുറച്ചും കൂടി റെഫർ ചെയ്താണ്. അപ്പൊ ആ റെഫർ ചെയ്തപ്പോഴാണ് ഇന്ന് ഞാൻ ഇത് തന്നെ ഒരു സെഷൻസ് ആയിട്ട് കൊടുക്കാമെന്നുള്ളത്. അപ്പം മണി വിഷ്വലൈസേഷൻ ഡ്രോസ് മണീസ് ആൻഡ് പ്ലെന്റി ഇൻ ടു യുവർ ലൈഫ്. നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പൈസ കൊണ്ടുവരാൻ പറ്റും. ദ ഐഡിയ ഈസ് ഇമാജിൻ യുവർ സെൽഫ് വിത്ത് ദ മണി യു വാണ്ട് ആൻഡ് ഫീൽ ഇറ്റ്സ് ഇമോഷൻ. വിഷ്വലൈസേഷൻ മണി ട്രെയിൻ യുവർ സബ്കോൺഷ്യസ് മൈൻഡ് ടു സെർച്ച് ഔട്ട് ഫിനാൻഷ്യൽ ചാൻസ് ആൻഡ് ടേക്ക് ആക്ഷൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ആദ്യം തന്നെ ആമസോൺ എല്ലാ സ്ഥാപനവും കിട്ടുന്ന എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പായിരിക്കും എന്റെ ഷോപ്പ് ഫിക്സ് ചെയ്തത്. ആമസോൺ തുടങ്ങുന്നതിന് മുമ്പായിരിക്കുമോ അല്ലെങ്കിൽ ആമസോൺ തുടങ്ങിയതിന് ശേഷമായിരിക്കും? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? മുമ്പായിരിക്കും. A to Z സാധനം അല്ലെ? ആമസോണിന്റെ ഒരു ലോഗോ തന്നെ കാണിക്കുന്നതിന് എന്ന് വെച്ചാല് എ എന്ന് തുടങ്ങിയിട്ട് ആമസോണിന്റെ അവസാനിക്കുന്ന Z വരെ A to Z സാധനം കിട്ടുന്ന ഒരു സ്ഥാപനം എന്നുള്ളത് അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത് മുമ്പായിരിക്കോ ശേഷമായിരിക്കും? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, ബഷീർക്ക് പറഞ്ഞിരിക്കുന്നത് മുമ്പായിരിക്കുന്നതാണ്, ബിഫോർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, മുമ്പായിരിക്കുന്നവർക്ക് ബിഫോർ എന്ന് ടൈപ്പ് ചെയ്യാം, ശേഷമായിരിക്കുന്നവർക്ക് ആഫ്റ്റർ എന്ന് ടൈപ്പ്. ജസ്റ്റ് നിങ്ങളുടെ കമന്റ് ബോക്സ് യൂസ് ചെയ്യും. റോസ്ലിൻ പറയുന്നു മുമ്പായിരിക്കും, ഷാമിനി പറയുന്നു മുമ്പായിരിക്കും, ശ്രീഷ്ഠ പറയുന്നു മുമ്പായിരിക്കും, എല്ലാവരും പറയുന്നു മുമ്പായിരിക്കും അല്ലെ? ഇറ്റ്സ് കോൾഡ് വിഷ്വലൈസേഷൻസ്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ആസ്ക് യുവർ സെൽഫ്. നിങ്ങളുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ആ ഡ്രീം കാണാൻ സാധിക്കുന്നതിന്റെ ഒരു ഔട്ട്കം ആയിരിക്കും പൈസ. അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പൈസയാണോ, 4 ബില്യൺ ആണോ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തത്? അല്ല, ആ 4 ബില്യൺ അല്ല വിഷ്വലൈസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ
ഒരു വിഷനാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോളാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് എന്നതുപോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത് എന്നതുപോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു. സോ അപ്പോ നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ലിമിറ്റിംഗ് ഐഡിയാസും നെഗറ്റീവ് തോട്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ലിമിറ്റിംഗ് ഐഡിയാസും നെഗറ്റീവ് തോട്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളെ, അതേപോലെ തന്നെ ലിമിറ്റിംഗ് ബിലീഫ്സുകളെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇങ്ങനെ മണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പണ്ട് എനിക്ക് എൻ്റെ ഒരു കോമൺ ഒരു മന്ത്ലി ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്, പണ്ട് അല്ലെങ്കിൽ കുറച്ച് പണ്ടെന്ന് പറയുമ്പോൾ കുറെ മുമ്പൊന്നുമില്ല, ഒരു 2015 16 കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോഴത്തെ എൻ്റെ അടുത്ത് ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 8 മാസത്തെ സാലറി ആയിരിക്കും ഇന്ന് എൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ എക്സ്പെൻസ് എനിക്ക് മീറ്റ് ചെയ്ത് പോവാൻ പറ്റാൻ കാരണം, എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്, ഓഫീസ് കാര്യങ്ങളല്ല. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗ്ലിങ്ങോ അതൊന്നും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. അത്തരം ഒരു കാര്യങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റും, ഇത്ര രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തരുന്നത് എന്താ വെച്ചാൽ വിഷ്വലൈസേഷൻസ് ആണ്. ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പുതിയ പുതിയ ഐഡിയകൾ വരും. വിഷ്വലൈസിങ് പ്രോസ്പെരിറ്റി റിവൈസ് യുവർ ബ്രെയിൻ ടു തിങ്ക് ഫേവറബിളി അബൌട്ട് മണി ആൻഡ് അബണ്ടൻസ്. നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിനെ കുറിച്ചായിരിക്കും, സിംഗിൾ ഇൻകത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ഒരു മോസ്റ്റ് ഓഫ് അസ് നമ്മൾ ഞാൻ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് വരുമാനം വരാനുള്ള ഓഫീസിൽ നിന്നാണ്, ജോലിക്ക് പോകുന്ന ഒരാൾ ജോലി ചെയ്യുന്നത് ഇപ്പൊ അക്യുപങ്ക്ചർ എന്നാണ്. സത്യത്തിൽ അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. നമ്മൾ പണത്തിനെ കുറിച്ച് ചിന്തിച്ച് പണം വേണമെന്ന ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള ഒരുപാട് ടൂളുകൾ വരും. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ബിലീഫ്സ് ബൂസ്റ്റ് ചെയ്യും. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. കാറ് വേണം, ബൈക്ക് വേണം, ബാക്കിയുള്ള കാര്യങ്ങൾ വേണം. അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് തോട്ട്സുകൾ ചെയ്യും. അത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ റിസ്ക് ടേക്കിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടേക്കിംഗ്. നമ്മുടെയൊക്കെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ആക്ച്വലി ഉണ്ട്. പക്ഷെ അവസരങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും, ഈ അവസരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സമയത്ത് പോലും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ റിസ്ക് ടേക്ക് ചെയ്യാനോ നമ്മൾ തയ്യാറാവുന്നില്ല. കാരണം നമ്മൾ അതിൽ നിന്ന് ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിലോ. അപ്പൊ ഞാൻ ഇതിൽ തന്നെയുള്ള ഒരാളുടെ ബിസിനസ്സിന്റെ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഇതിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ വാടകയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ, ഞാൻ അങ്ങനെ ബിസിനസ് ഒക്കെ തുടങ്ങി, ഞാനിപ്പോ ഒരു കംഫർട്ട് സോണിലാണ്, ഇനി അങ്ങനെ തുടങ്ങി വരുമ്പോൾ എനിക്ക് ആ വാടക കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്, എന്താണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു റിസ്ക് ടേക്കിങ്ങിന് ആരും എന്ത് ചെയ്യില്ല, തയ്യാറാവില്ല. ഫൈനലി വെൽത്ത് വിഷ്വലൈസേഷൻ ബൂസ്റ്റ് ഫോക്കസ് ഓൺ ഡ്രൈവ് ആൻഡ് ഹെൽപ്പിംഗ് യു സ്റ്റിക്ക് യുവർ ഫിനാൻഷ്യൽ ഗോൾ. വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് എന്ത് ചെയ്യും, നിങ്ങൾ അറിയാതെ ബൂസ്റ്റ് ആവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അതേപോലെയുള്ള ആളുകളിലേക്ക് വരും. ഒരിക്കലും നിങ്ങൾ നോക്കുക, നിങ്ങളുടെ 5 ഫ്രണ്ട്സിനെ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ 5 ഫ്രണ്ട്സിനെ എടുത്ത് നോക്കിയാൽ ആ 5 ഫ്രണ്ട്സിന്റെ ലൈഫുമായിട്ട് നിങ്ങളുടെ ലൈഫിന് സാമ്യം ഉണ്ടാവും. എസ് ഓർണോ? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, എസ് ഓർണോ? നിങ്ങളുടെ 5 ഫ്രണ്ട്സിന്റെ അടുത്ത് ഒരു ബെൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ 5 ഫ്രണ്ട്സിന്റെ ആരുടെ ഒരു കയ്യിൽ ബെൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബെൻസ് ഇല്ലെങ്കിൽ പോലും ആ ബെൻസിൽ യാത്ര ചെയ്യുമ്പോൾ ബെൻസ് വേണം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ആഗ്രഹം വരും. ഓക്കെ, നിങ്ങളുടെ 5 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ 5 ഫ്രണ്ട്സിന്റെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് സാമ്യം ഉണ്ടാവും. നിങ്ങളുടെ 5 ഫ്രണ്ട്സിന്റെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 ഫ്രണ്ട്സുകൾ, ഇന്റിമേറ്റ് ആയിട്ടിരിക്കുന്ന 5 ഫ്രണ്ട്സുകളുടെ ലൈഫുമായിട്ട് നിങ്ങളുടെ വെൽത്തിനും നിങ്ങളുടെ ക്യാരക്ടറിനും ഒക്കെ സാമ്യം ഉണ്ടാവും. ബഷീർക്ക നോന്ന കമന്റ് ചെയ്തിരിക്കുന്നത്. ബഷീർക്ക് ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ബഷീർ ഖാന്റെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് നമുക്കൊരു സാമ്യം വരും. അത് നമുക്ക് എന്ത് ചെയ്യും, ഒരു സാമ്യം വരും.
കാരണം എന്താ, നമ്മുടെ ആ ലൈഫ് സ്റ്റൈലിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം വരും. എന്നതുപോലെ നമുക്ക് വിഷ്വലൈസേഷൻസ് ചെയ്യുമ്പോൾ, അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സുകളല്ല ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അവർ ഒഴിവാക്കി എന്നുള്ളതല്ല, ഞാൻ ആദ്യത്തെ ഫ്രണ്ട്സ് അല്ല എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അവർ ഒഴിവാക്കി എന്നുള്ളതല്ല. ആ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള ക്യാരക്ടറും അവരുമായിട്ടുള്ള ലൈഫ് സ്റ്റൈലും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ 5 ഫ്രണ്ട്സ് എവിടെയാണ് ചായ കുടിക്കാൻ പോകുന്നത് വെച്ചാൽ ചിലപ്പോൾ ചെറിയൊരു ചായക്കടയിൽ, നമ്മൾ ആ ചായക്കടയിൽ തന്നെ ആയിരിക്കും. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കുറച്ച് കൂടെ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, അവരൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടുണ്ടാവും. ആ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇനിയും ഇങ്ങനത്തെ ലൈഫിലേക്ക് പോകണം എന്ന് ചിന്തിക്കാൻ സാധിക്കുക. ഒരിക്കൽ ഞാൻ മുമ്പൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാനും പറഞ്ഞിരുന്നത് നോ എന്നുള്ളതാണ്. പിന്നീട് അത് റിയലൈസ് ചെയ്ത് വന്ന സമയത്ത് നമുക്കിത് മനസ്സിലായി. ഇപ്പൊ എനിക്കറിയാം എത്തരത്തിലുള്ള ഫ്രണ്ട്സുകളാണ് നമ്മളെ കൂടെ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഈ 3 ബെനിഫിറ്റ്സുകൾ എന്ത് ചെയ്യും, തരും. അപ്പൊ ഈ വെൽത്ത് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ഗോളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഗോളാണ്. ഒന്ന്, സെറ്റ് എ ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ. നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവണമെങ്കിൽ, ഇപ്പോ നമ്മുടെ തന്നെ ഒരു കോഴ്സ് ഉണ്ട്, ഡ്രീം മാപ്പിംഗ് എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പൈസ വരണമെങ്കിൽ എത്ര പൈസയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയാന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മളോട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന കാര്യം. നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവാൻ എത്ര പൈസ വേണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത്? ഡ്രീം മാപ്പിംഗ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. എന്റെ ലൈഫ് സെറ്റിലായി, എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിച്ചു എന്ന് പറയാൻ എത്ര പൈസ ഉണ്ടോ? അത് ഓരോ ആളുകൾക്ക് ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു ഫിനാൻഷ്യൽ ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത്. സെറ്റ് എ ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ. സെറ്റ് എ ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ. സ്മാർട്ട് ആയിരിക്കണം. 2027 ആവുമ്പോൾ, 2030 ആവുമ്പോൾ, 2024 അവസാനത്തിലാവുമ്പോൾ എനിക്ക് ഇത്ര പൈസ വേണം. എന്തിനാണ് എനിക്ക് ആ പൈസ വേണ്ടത്? ഏതൊക്കെ ആവശ്യത്തിനാണ്? ആ പൈസ വരാനുള്ള എൻ്റെ മുമ്പിലുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. ഇതൊക്കെ ജെഫ് ബെസോസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ വിഷൻ ബോർഡ് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡ്രീംസുകളെ കുറിച്ചിട്ട് നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എത്ര റിമൈൻഡ് ചെയ്യുന്നോ, എത്ര അതിലേക്ക് ഫോക്കസ് ചെയ്യും, നമ്മളിങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വരും. ഓരോ ദിവസവും രാവിലെ എണീറ്റതിന് ശേഷം എൻ്റെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഐഡിയ എങ്കിലും ഞാൻ പിക്ക് ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവാറില്ല. ഈച്ച് ആൻഡ് എവരി ഡേ, എല്ലാ ദിവസവും എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ എന്താണ് ചെയ്യുക, ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ എന്താണ് ചെയ്യുക. ഇപ്പം ട്രെയിനിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു മേഖല മാത്രം ചൂസ് ചെയ്യണം തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഈ നവംബർ 23 2023, മീൻസ് ഒരു 5 മാസങ്ങൾക്ക് മുമ്പ്. ആ 5 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കമ്പനിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ വിഷൻ ബോർഡിലേക്ക് നമ്മുടെ ഡ്രീംസുകൾ എല്ലാ ദിവസവും നമ്മൾ വായിക്കുകയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഗോളുകൾ എല്ലാ ദിവസവും ഞാൻ വായിക്കുകയാണ്. എനിക്ക് വേണ്ട പൈസയെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും? അതിലേക്കുള്ള ഐഡിയകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പൊ ഞാൻ ടീം മെമ്പേഴ്സിന്, ഇന്നും ഞാൻ നസറുദ്ദീൻ, അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ഗ്രൂപ്പിലൊക്കെ ഞാൻ 2-3 കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊന്ന് പ്രാക്ടീസ് ഡെയിലി വിഷ്വലൈസേഷൻസ് എന്നുള്ള. നമ്മൾ എപ്പോഴെങ്കിലും വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ദിവസം വിഷ്വലൈസ് ഡെയിലി, ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ഈച്ച് ഡേ ടു വിഷ്വലൈസ് യുവർ സെൽഫ് ആസ് ആൾറെഡി ഹാവിംഗ് അച്ചീവ്ഡ് യുവർ ഫിനാൻഷ്യൽ ഗോൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ആയി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക. ഇമാജിൻ എവറി ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് ദ സൈറ്റ്. നമുക്ക് കാഴ്ച വേണം, സൗണ്ട് വേണം, സ്മെല്ല് വേണം, ആൻഡ് ഇമോഷൻ അസോസിയേറ്റഡ് വിത്ത് ഡിസയർ വെൽത്ത്. നമുക്ക് എത്ര രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, അത്രയും പവർഫുൾ ആയിട്ട് കാണാൻ, അത്രയും നിങ്ങൾക്ക് ലഭിക്കും. എത്ര നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണോ അത്രയും പെട്ടെന്ന് വെൽത്ത് വിഷ്വലൈസേഷൻ സാധിക്കും. മറ്റൊന്ന് അഫർമേഷൻസ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറെ അഫർമേഷൻസ് ആണ്. ഐ ആം എ മാഗ്നറ്റ് ഫോർ വെൽത്ത് ആൻഡ് അബണ്ടൻസ്. ഐ ആം ഫിനാൻഷ്യലി ഫ്രീ ആൻഡ് സെക്യൂർ. മൈ ഇൻകം ഈസ് കണ്ടിന്യൂസിങ് എവറി സിംഗിൾ ഡേ. ഓക്കെ, ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. ഇത്തരം രീതിയിലുള്ള അഫർമേഷൻസ് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ഫിനാൻസിനെ കുറിച്ചുള്ള പേടി മാറും. നമ്മളുടെയൊക്കെ പേടിയുള്ള ഒരു സാധനം അട്രാക്ട് ആകും. എനിക്ക് ബഷീർ ഖാനെ പേടിയാണ്. ഓക്കെ, പേടിയാണെങ്കിൽ എനിക്കും ബഷീർ ഖാനൊക്കെ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ. പക്ഷെ ബഷീർ ഖാൻ എനിക്ക് ബഹുമാനാണെങ്കിലോ, ബഹുമാനാണ്, ഇഷ്ടമാണ്, ഞാനും ബഷീർക്കും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. എന്നതുപോലെ ഈ മണിയായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് പേടിയാണ്. ചെറുപ്പം മുതലേ നമ്മളോട് പറയണം, പൈസയാണ് ശ്രദ്ധിച്ചുപയോഗിക്കാം, ഇത് ലാവിഷായിട്ട് ചെലവാക്കണം എന്നല്ല പറയുന്നത്. പൈസയോട് നമുക്ക് റെസ്പെക്ട് വേണം.
റെസ്പെക്ട് വേണം. ആ റെസ്പെക്ട് നമുക്ക് ഏതൊരു കാര്യത്തിനോട് റെസ്പെക്ട് ഉണ്ടായാലും നമ്മളത് സൂക്ഷിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ, പുതിയൊരു മൊബൈൽ ഫോൺ നമ്മൾ മേടിച്ചു, ഒരു 1.5 ലക്ഷം രൂപ കൊടുത്തു, നമ്മൾ സൂക്ഷിക്കുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. ഒരു 1000 രൂപയുടെ നോക്കിയയുടെ ഫോൺ സൂക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു 1.5 ലക്ഷം രൂപയുടെ ആപ്പിളിന്റെ ഫോൺ സൂക്ഷിക്കുക. ഒരേപോലെ ആയിരിക്കുമോ? ഡിഫറെന്റ് ആയിരിക്കും. അതിനുള്ള വാല്യൂ ആഡ് ചെയ്യും. എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ ആഡ് ചെയ്യുക. ആർക്ക്? നമ്മൾക്ക് പൈസക്ക് വാല്യൂ കൊടുക്കുക. അതേ സമയത്ത് ഒരു പേടി മാറും. അതിനാണ് ഈ അഫർമേഷൻസ് ഒക്കെ. ഫൈനലി ഉള്ള ഒരു സാധനമാണ് ടേക്ക് എ ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിഷ്വലൈസേഷൻ ഈസ് നോട്ട് ഇനഫ്. വിഷ്വലൈസേഷൻ കൊണ്ട് മാത്രം എന്തില്ല, കാര്യമില്ല. വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾ എന്തുകൂടെ അതിന് ചെയ്യാൻ തയ്യാറാവണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി എടുക്കാൻ തയ്യാറാവണം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആക്ഷൻസ് എടുക്കേണ്ടതെന്നുള്ളതാണ്. കറക്റ്റ് ആക്ഷൻസ് എടുക്കുക എന്നത് ചെറിയൊരു സംഭവമൊന്നുമല്ല. ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കണം. എന്താണ് ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ ഒരാൾ പറഞ്ഞു, എന്തായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്? ഹലോ, എനിബഡി? ആർക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയൻ? ശരി തെറ്റെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും ആവശ്യമുള്ളത്, അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യം ആണോ? നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചെയ്യും. ഓക്കെ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻസ്പയർഡ് ആക്കുന്ന ആക്ഷൻസ്. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്വന്തമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ്. ഓക്കെ, you must also taking inspired action toward yourself. Use your visualization as a gate to identify opportunities and take steps that align to your vision. Be open to new possibilities and trust the universe will support you on your journey. എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്ന എന്ത് സംഭവം എന്താ? നമ്മൾ വിഷ്വലൈസേഷൻസ് മാത്രം പോരാ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗോളുകൾ എന്താണോ ആ ഗോളുകൾക്കുള്ള ഒരു ഗൈഡ് ആയിട്ടാണ് നമ്മൾ വിഷ്വലൈസേഷൻസ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ, നിങ്ങളൊരു ആക്ഷനെ കുറിച്ചിട്ട്, നിങ്ങൾക്കൊരു ആഗ്രഹത്തിനെ കുറിച്ചിട്ട് 5 മിനിറ്റ് നിങ്ങളൊന്ന് കാമായിട്ട് ചിന്തിച്ചു നോക്കും. നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്തു ഒരുപാട് ഐഡിയകൾ വരും. ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവം എന്താ പറയുക, എക്സ്പെക്ടേഷൻ എന്താണ് പറയുക. നമ്മൾ ഈ പോയിന്റ് എന്ന്, ഇവിടെയാണ് നമുക്കുള്ള സ്വപ്നം ഉള്ളത്, ഇവിടെയാണ് പോയിന്റ് ബി ഉള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിങ്ങനെ വിഷ്വലൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഫൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തുന്നതാണ്. റിയാലിറ്റിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റിയാലിറ്റിയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, പക്ഷെ ആ 10 കിലോമീറ്റർക്ക് നിങ്ങൾ എത്തണമെങ്കിൽ പല വഴികളുടെ ചുറ്റിത്തിരിഞ്ഞ് വഴി തെറ്റി ബാക്കോട്ടടിച്ച് മുന്നോട്ടടിച്ചിട്ട് 1000 കിലോമീറ്റർ നിങ്ങൾ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റ് ബിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇൻസ്പയർഡ് ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകൂല. ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും, കെട്ടുപിണഞ്ഞ് കിടക്കും. ആകെ എനിക്കിത് മടുത്ത് ഞാൻ അത് നിർത്തിപ്പോയാലോ തോന്നും. അങ്ങനെ ജെഫ് ബെസോസിന് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോയാൽ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പല സമയത്ത് തോന്നിയിട്ടുണ്ട്. ഓരോ ആളുകൾക്ക് ഇത് തോന്നും, ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ സമയത്തും നിങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. അപ്പൊ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ലൈഫിലെ റിയാലിറ്റി ഇറ്റ്സ് എ ഫേക്ക് റിയാലിറ്റി. ഇതല്ല റിയാലിറ്റി. ആ റിയാലിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇതെന്റെ കഴിഞ്ഞ കാലങ്ങളുടെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ ഒരു പിക്ചർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യല്ലേ. നിങ്ങൾ ഏത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കണം, ഏത് കാര്യങ്ങൾ ഉപയോഗിക്കണം, അതിൻ്റെതായിട്ട് കാര്യങ്ങൾ വരുമ്പോഴും അവിടെ പോസിറ്റീവായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇതിനുള്ള ടിപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബി കൺസിസ്റ്റന്റ്.
മേക്ക് വെൽത്ത് വിഷ്വലൈസേഷൻ ഡെയിലി ഹാബിറ്റ്. അത് നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ് ആയിട്ട് മാറ്റുക. ദ മോർ കൺസിസ്റ്റന്റ് യു പ്രാക്ടീസ്, ബീന മാം ജസ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങളൊരു അതിൽ സ്ക്രീനിൽ സംഭവം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്ര കൺസിസ്റ്റൻസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ ദ മോർ പവർഫുൾ ഇറ്റ് ബിക്കംസ്. നിങ്ങൾക്ക് അത്രയും പവർഫുൾ ആയിട്ട് സാധിക്കും. എൻഗേജ് യുവർ സെൻസ്. നമ്മൾ എല്ലാ സെൻസിനെയും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാനും കേൾക്കാനും ടേസ്റ്റ് ചെയ്യാനും സ്മെല്ല് ചെയ്യാനും ഒക്കെ പറ്റണം. ഒരു വീട് എന്ന് പറയുമ്പോൾ ആ വീട് ഇങ്ങനെ കാണാൻ വരണം, അതിന്റെ ബെല്ലടിക്കുമ്പോൾ ബെല്ലിന്റെ സൗണ്ട് കേൾക്കണം, ഡോർ തുറക്കുന്ന സൗണ്ട് കേൾക്കണം, ആ ഡോറ് പിടിക്കുമ്പോൾ അത് ഫീൽ ചെയ്യണം, വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സ്മെല്ല് നമുക്ക് ലഭിക്കണം, സോഫയിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ഫീലിങ്സ് കിട്ടണം, നമുക്ക് അവിടുന്ന് ചായ എന്നെ കുടിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടണം. എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റും. മണി ഇൻ റിയൽ ഹാൻഡ്സ്, ദ സൗണ്ട് ഓഫ് സക്സസ് ആൻഡ് ദ ടേസ്റ്റ് ഓഫ് അച്ചീവ്മെന്റ്സ് എല്ലാം കാണാൻ പറ്റണം. ആളുകൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കാണാൻ പറ്റണം. ബിലീവ് ഇൻ യുവർ വിഷൻ. ഫൈനലി എത്തുമ്പോൾ നിങ്ങൾ എന്താണ്, ബിലീവ് ഇൻ യുവർ വിഷൻസ്. നിങ്ങൾ നിങ്ങളുടെ വിഷനായിട്ട് മുന്നോട്ട് പോവുക. ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ ബിലീവ് ചെയ്യുക. നിങ്ങൾക്കത് തരാനും വേണ്ടി ദാറ്റ് യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഇൻ ഫേവർ ആൻഡ് പ്രൊവൈഡ് യു വിത്ത് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ യു. നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സ് തരുമെന്ന് വിശ്വസിക്കുക. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ള പറയുന്നത്. ലെറ്റ് ഗോ ഓഫ് എനി ഡൗട്ട്സ്. നിങ്ങൾക്ക് ഡൗട്ട്സ് വരുമ്പോൾ ഡൗട്ട്സിന് ഒഴിവാക്കുക. ഫിയർ ഓർ നെഗറ്റീവ് ബിലീവ്സ് ദാറ്റ് മേക്ക് ഹിൻഡർ യുവർ പ്രോഗ്രസ്. നമ്മുടെ പ്രോഗ്രസ് തടയുന്ന രീതിയിലുള്ള പേടികളെയും ബാക്കിയുള്ളതിനെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനുമായിട്ട് നമ്മൾ ശ്രമിക്കുക. ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. നമുക്ക് ക്ഷമ ഉണ്ടായിരിക്കുക. റോം വാസ് ബിൽഡ് ഇൻ എ ഡേ ആൻഡ് നൈദർ വിൽ യുവർ വെൽത്ത്. റോം എന്ന് പറയുന്ന സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ലായിരുന്നു. റോം ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഇന്നതുപോലെ അതിന് സമയമെടുക്കും. സ്റ്റേ കമ്മിറ്റഡ് ടു യുവർ പ്രാക്ടീസ് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് യുവർ എഫേർട്സ് വിൽ yield റിസൾട്ട് ഓവർ ടൈം. ഷാജഹാൻ എന്ന് പറയുന്ന രാജാവ് തൻ്റെ മരിച്ചു പോയിട്ടുള്ള മുംതസിനോടുള്ള പ്രണയത്തിന്റെ സൂചകമായിട്ട് യമുനാ നദിയുടെ തീരത്ത് മനോഹരമായിരിക്കുന്ന ഒരു താജ്മഹൽ പോലെ ഒരു സംഭവം സൃഷ്ടിക്കണമെന്ന് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ടെക്നോളജികളും അന്ന് ഡെവലപ്ഡ് അല്ല. ഇന്ന് കാണുന്ന ക്രെയിൻ ഇല്ല, ഇന്ന് കാണുന്ന ഡിസൈനേഴ്സ് ഇല്ല, ഇന്ന് കാണുന്ന ടെക്നോളജി ഇല്ല, ഇന്ന് കാണുന്ന മാർബിൾ ആക്കുന്ന മെഷീൻസുകളോ പോളിഷ് മെഷീൻസോ ഒന്നുമില്ല. എന്നിട്ടും ഇതൊരു മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് നിർമ്മിപ്പിക്കാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ വിഷൻസ് ആയിരുന്നു, ആ ക്ഷമയായിരുന്നു, ആ സ്റ്റേ പോസിറ്റിവിറ്റി ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ടും താജ്മഹൽ ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കാൻ കാരണം. സോ നമുക്ക് എന്ത് വേണം, ക്ഷമ വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ജെഫ് ബെസോസ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു 6:18 ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടൂള് എനിക്ക് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസങ്ങളും ചിലപ്പോഴൊക്കെ എനിക്കൊക്കെ തോന്നിപ്പോവും, എന്താണ് ഇനി ചെയ്യുക. മുന്നോട്ട് പോകുന്ന സമയത്ത് സ്റ്റക്കായി പോകും, ആകെ തകർന്നു പോകും. ചിലപ്പോൾ ഓഫീസിൽ നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക്, ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പോകും. ഇറ്റ്സ് പാർട്ട് ഓഫ് ദിസ്. കാരണം എന്താ, പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതിന്റെ പാർട്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, സേഫ് ഞാൻ എന്നോട് തന്നെ പറയും, ഇതിന്റെ പാർട്ടാണ്, നിന്റെ ജേണിയുടെ പാർട്ടാണ്. ഇങ്ങനത്തെ ബുദ്ധിമുട്ട് നിനക്ക് വരുമെന്ന് ഉറപ്പാണ്. പക്ഷെ നിന്റെ വിഷൻസിൽ നീ പിന്മാറില്ല. നീ എന്ത് ചെയ്യും, മുന്നോട്ട് പോ. ഇതുണ്ടാവും, ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ ഓവർകം ചെയ്യാൻ എന്താണ് മെത്തേഡ്സുകൾ, ഓവർകം ചെയ്യാൻ. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യൂല. നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഇന്ന് അറിയാതെ ആ പ്രശ്നം സോൾവ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. കാരണം ഞാൻ ഉപയോഗിച്ച കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, ലോകം കണ്ടതിൽ വെച്ചിട്ട് എത്രയാണ് ആ പൈസ എന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും പൈസയുള്ള ജെഫ് ബെസോസ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഓൺട്രപ്രണർ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സോ യൂസ് ഇറ്റ് വെൽ. നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ ഭാവി, ഇവിടെയുണ്ട് നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ തോട്ടുകളിലുണ്ട് നിങ്ങളുടെ ഭാവി. ഓക്കെ, അപ്പോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഡൗട്ട്സിലോ ആണെങ്കിൽ പറയാം. ഫീഡ്ബാക്കിനെക്കാളും കൂടുതൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, എന്താണ് ഇന്നത്തെ ഒരു സെഷൻസിൽ നിന്ന് ഞാൻ ടേക്ക് ഓവർ. എല്ലാ ആളുകളും പറയാം, ഈശ്വരനെ പറ്റി പെട്ടെന്ന് പറയാം. എന്താണ് ടേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഒറ്റ പോയിന്റ് മാത്രം പറയാം. മാജിക് മോർണിംഗ് ടു ഓൾ. അതായത് നമ്മള് പരിഹാസ്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അത് ഇതിന്റെ പാർട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. വിഷ്വലൈസേഷൻ മാത്രം പോരാ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.
in business and Yes, in sir. life Sir, have been made with heart, intuition, guts. താങ്ക് യു ബാബു സർ. ഷീല മാം, എന്താണ് നിങ്ങൾ പഠിച്ചത്? ഗോപിക, ഹാൻഡ് ഓവർ ടു യു. എല്ലാ ആളുകളും വിളിക്കുക, എന്നിട്ട് പെട്ടെന്ന് ഒരൊറ്റ പോയിന്റ് മാത്രം വേണ്ട അവർക്ക് വെക്കാം. പെട്ടെന്ന് വിളിക്കുന്ന ആള്, ഓരോ ആളുകളെ ഒരു പോയിന്റ് എന്താണ് ഒരു പോയിന്റ്. ഓക്കെ, ബഷീർ സർ. ക്ഷമയോടുകൂടി തുടർച്ചയായി പ്രവർത്തിക്കുക. താങ്ക് യു ബഷീർ സാർ. ഓക്കെ, ഷാമിന. ഏത് പ്രതിസന്ധി വന്നാലും തളരാതെ റിയൽ മുന്നോട്ട് അല്ല പോകുക. എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഉള്ളതല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. കറണ്ട് ഇത് റിയാലിറ്റി fake ഫേക്ക് reality. റിയാലിറ്റി അല്ലേ? കറണ്ട് റിയാലിറ്റി ഇസ് എ അതെ. ഫേക്ക് റിയാലിറ്റി. ദ റിയൽ റിയാലിറ്റി അതെ. ഇസ് റിയൽ റിയാലിറ്റി. അപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷനുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുക. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു. ഗോൾസ് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിൽ കുറെ പ്രതിസന്ധികൾ ഉണ്ടാവും. അതിലൂടെ കടന്നു പോയിട്ട് വേണം നമുക്കത് അച്ചീവ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. താങ്ക് യു. ഗോപിക. ഷീല മാം. ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായും അത്ര ഇമോഷണലി മാത്രം ചെയ്താൽ ഓക്കെ, താങ്ക് യു ഷീല മാം. ദെൻ വിജയകുമാർ സർ. ഓക്കെ, ഹക്കീം സർ. പറഞ്ഞോളൂ. പ്രതിസന്ധികൾ നമ്മുടെ ജേണിയുടെ ഭാഗമാണെന്ന് കരുതുക. പ്രതിസന്ധികൾ നമ്മുടെ ജേണിയുടെ ഭാഗമാണ്. പാർട്ട് ഓഫ് അവർ ജേണി എന്ന് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ജേണി. ഒബ്സ്റ്റാക്കിൾസ് ഇസ് പാർട്ട് ഓഫ് അവർ ജേണി എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പറ്റും. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഹക്കീം സർ. ദെൻ വിജയകുമാർ സർ. ഹലോ. ഓക്കെ. എനിക്ക് ഇതിന്റെ എൻഡ് തൊട്ടാണ് കേൾക്കാൻ കഴിഞ്ഞത്, ലിങ്ക് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, എനിവേ സ്ഥിരവും ഉത്സാഹമാണ് ഇതിന്റെ പിന്നിൽ വേണ്ടതെന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വെരി ഗുഡ്. ഓക്കെ, കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് ഒരു സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ സക്സസ് ആവും. ഒരു സംശയമാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു വിജയകുമാർ സാർ. താങ്ക് യു സർ. ദെൻ മണി സർ. കേൾക്കാവോ? നടക്കണമെന്നല്ല, ആദ്യം തോട്ട്സ് എല്ലാം ഒഴിവാകുന്നതാണ്. നെഗറ്റീവ് നമുക്ക് ചെയ്യാനും അത് നേടിയെടുക്കാനും പറ്റുന്നുള്ള നമ്മളെ ആത്മവിശ്വാസം കൂടാനും ഉപകരിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ നെക്സ്റ്റ് ആളുകൾ പെട്ടെന്ന് മുന്നോട്ട് വരാട്ടോ. ദിവ്യ മാം. ഹലോ മാം, പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. നല്ല ഡിസിപ്ലിൻ ആയിട്ട് വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒരുപാട് തടസ്സങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. താങ്ക് യു ദിവ്യ മാം. താങ്ക് യു ദിവ്യ. ദെൻ ഷാജൻ സർ. മോർണിംഗ്. മോർണിംഗ് സർ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കാനുള്ള വഴികൾ എപ്പോഴും നമ്മൾ ചിന്തിച്ച് എപ്പോഴും അതിലേക്ക് ഒരു ശ്രദ്ധ വരിക എന്നുള്ളതാണ്. നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ശ്രദ്ധ കൊണ്ടുവരിക. അത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അത് കൺസിസ്റ്റന്റ്ലി ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പുകൾ എടുക്കുക. അത് ഞാൻ ഇന്നലത്തെ ഒരു ക്ലാസ്സിലൂടെ ഞാൻ അത് പോയിന്റ് ചെയ്തതാണ്. കാരണം അത് തുടർച്ച അതിന് വേണം. അതിനൊരു ദിവസം പോലും നമുക്ക് വരാതെ എത്രത്തോളം നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏത് പോയിന്റ് ആയാലും അത് കറക്റ്റ് ആണ്. ഇന്നതൊന്നുമില്ല. ഒരു പോയിന്റിൽ എടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പുതിയ വഴികൾ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. എനിക്ക് ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ ഗോപിക? യെസ് സർ. All of my best decisions in business and in life have been made with heart, intuition, guts, not analysis. When you can make a decision with analysis, you should do so,
But it turns out in life that your most important decisions are always made with instinct, intuition, taste, heart. അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം എടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിങ്റ്റും ഏർട്ടും ഗഡ്സും വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളതാണ്, അല്ലാതെ അനലൈസിങ്ങിലല്ല. ഓക്കെ, ആമസോണിൽ നാളെ ഇന്ത്യയിൽ ഇങ്ങനെ കുറെ ബ്രാഞ്ചസ് വരും, ഇങ്ങനത്തെ ടെക്നോളജികൾ വരും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും. ഈ ഒന്നും അനലൈസിങ്ങിലല്ല അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ടോ, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഇൻഡ്യൂഷൻസ്. ആ ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യണം, മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണം, അഫർമേഷൻ നിങ്ങൾ ചെയ്യണം. അതിങ്ങനെ ചെയ്യാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഇല്ലാതിരിക്കണേ എൻ്റെ ലൈഫിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു വിഡ്ഢിയാണ്. കാരണം ഇതേ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ സമ്പത്ത് കൂട്ടി തരണം, എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് തരണം, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർ സ്ട്രോങ് ആയേ പറ്റുള്ളൂ. സ്ട്രോങ് ആവണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രയാസങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി പ്രയാസങ്ങളല്ല, ഇറ്റ്സ് എ ചലഞ്ചസ്. ആ ചലഞ്ചസ് എത്ര ഹാർഡ് ആവുന്നോ അത്രയും അതിന്റെ റിസൾട്ട് സൂപ്പർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ല ഹാർഡ് ചലഞ്ചിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ അപ്പം നിങ്ങൾ പറയേണ്ടത് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ ചലഞ്ചസിനെയും ഓവർകം ചെയ്യാനുള്ള പവർ എനിക്ക് നൽകണം എന്നുള്ളതാണ്. ആ പവർ ഓൾറെഡി നിങ്ങൾ ഉണ്ട്. ആ പവറിനെ ഉപയോഗപ്പെടുത്താനുള്ള ശക്തി എനിക്ക് നൽകണം, ആ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്താനുള്ള ശക്തി എനിക്ക് നൽകണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് സെഷനിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഓക്കെ സർ, ഞാൻ ഫീഡ്ബാക്കോ ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, ശ്രീകൃഷ്ണ സാറ് നമ്മള് 11-ാം തീയതി നടക്കുന്ന മീറ്റപ്പിലേക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ് നാളെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ശ്രീകൃഷ്ണ മാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ മാം, അപ്പൊ ഈ വിഷ്വലൈസേഷന്റെ ഒരു ഡൗട്ട് എനിക്കുള്ളത്, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഡെയിലി സെയിം ടൈമിൽ ചെയ്യണോ അതോ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമിൽ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? സോറി, ക്ലിയർ ആയില്ല. ചെയ്യുമ്പോ അത് ഡെയിലി ഒരേ സമയത്ത് തന്നെ ചെയ്യണോ അതോ ടൈം ചേഞ്ച് ചെയ്ത് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടോ? ടൈം ചേഞ്ച് ചെയ്യുന്ന വിഷയമല്ല, പക്ഷെ ഒരേ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്കൊരു മൈൻഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമാണ്. ഈ മൈൻഡ് ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരേ സമയത്തിന് ഒരേ കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ഹാബിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മളെ ഹാബിറ്റ് ആയിട്ട് മാറും. ആ സമയമാകുമ്പോൾ നമ്മളങ്ങനെ റിമൈൻഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇന്നും 6 മണിക്ക് എണീറ്റാണ് നമ്മളതൊരു ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന സംഭവം ചർച്ച ചെയ്യുന്നുണ്ട് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. ഹാബിറ്റ് സ്റ്റാക്കിംഗ് നമുക്കുള്ള ശീലത്തിനോട് കൂടെ അത് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് വിഷ്വലൈസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ വിഷ്വലൈസ് ചെയ്യും, എൻ്റെ പ്രയർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിഷ്വലൈസേഷൻ നടത്തും. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ആവാം. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിഷ്വലൈസ്, അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് കോമൺ നമ്മുടെ എല്ലാ വിഷ്വലൈസേഷൻ നമ്മുടെ മെഡിറ്റേഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഒരേ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ശ്രീകൃഷ്ണ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സർ. ദെൻ റസാഖ് സർ. ഞാൻ പറഞ്ഞത് നമ്മൾ രജിസ്ട്രേഷൻ നാളെ ക്ലോസ് ചെയ്യും ഓക്കെ, മീറ്റപ്പിനുള്ള. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്, ഓർമ്മയാക്കിയത്. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നമ്മളെ മീറ്റപ്പ് അടുത്ത ശനിയാഴ്ച വരുന്ന 11-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആണ് അന്ന് നടക്കുകയാണ്. കറന്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് കൊണ്ടോട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കൊണ്ടോട്ടിയിൽ എവിടെ വെച്ച് എന്നുള്ളതിൽ നമ്മളിപ്പോൾ ഈ ഡിസിഷൻസ് എടുത്തിട്ടില്ല. കാരണം നിങ്ങളുടെ കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഒരു 20 അധികം താഴെ മെമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ ഓഫീസിൽ വെച്ചിട്ടും 20-ന് മുകളിൽ മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഹോളിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കറന്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്ന ഒരു ഈച്ച് പേഴ്സൺ 400 rupees ആണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരു അച്ഛൻ അമ്മ അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ ആണെങ്കിൽ 1000 rupees എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫുഡ് കാര്യങ്ങൾ ടീ ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്ന സംഭവം. ഓക്കെ, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഒരു മീറ്റപ്പ് ആണ്. കാരണം നമ്മൾ ഏറ്റവും വലിയ ഒരു സംഭവമാണ് തെറാപ്പി എന്ന് പറയുന്നത്.
നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സുകളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ തെറാപ്പി ചെയ്യാറുണ്ട്. അത്തരം ഒരു തെറാപ്പിയാണ് ശരിക്കും നമ്മുടെ ഈ മീറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നമ്മൾ മീറ്റ് ചെയ്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, നമ്മളൊന്ന് ഓൺലൈനിൽ കാണുന്ന ആളുകൾ മീറ്റ് ചെയ്ത് ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഹഗ്ഗൊക്കെ ചെയ്ത് എല്ലാവരും കുറെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടി പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു NLP അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെഷൻ പങ്കെടുത്ത പോലെ ഒരു ഫ്രഷ് ആയിട്ടൊരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ കാലത്തിലേക്ക് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഓരോ ആളുകളും അന്നത്തെ ഒരു ദിവസം എത്ര നിങ്ങൾക്ക് റിസ്ക് എടുത്ത് വരാൻ പറ്റും അത്ര റിസ്ക് ആണ്. ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറയും അടുത്ത സാറ്റർഡേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. നിങ്ങൾക്ക് തോന്നും ഇതിലേറെ ഇമ്പോർട്ടന്റ് ആണ്, ഞങ്ങൾ കുറെ ദൂരെയല്ലേ. പക്ഷെ ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഭംഗി എന്താണെന്ന് മനസ്സിലാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ സുലേഹാബിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവിടുന്ന് വന്നിട്ട് ഇതിലുള്ള ഓരോ ആളുകളെയും പോയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? സുലേഹാബിയുടെ ഉണ്ടോ? ഇതിലുണ്ടോ? ലക്ഷദ്വീപിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് പല ആളുകളെയും മീറ്റ് ചെയ്തിട്ടുണ്ട്. സുലേഹാബി ഉണ്ടോ? ഇല്ല, പോയി. ഓക്കെ. അപ്പൊ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. ഇതിനു മുമ്പ് പങ്കെടുത്ത ആളുകൾക്ക് കിട്ടും. അതേപോലെ തന്നെ റസാഖ് സാർ ആൻഡ് ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പോക്ക് ശരിയല്ല. ഓക്കെ, ഇറ്റ്സ് എ റോങ് ടേൺ. ഇപ്പൊ ബിമാജിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പോക്ക് റോങ് ടേൺ ആണ്. കാരണം ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ഗോപിക അതേപോലെ തന്നെ അജിഷ, യു മസ്റ്റ് റിപ്പോർട്ട് മീ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും എത്ര പേരുണ്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. 40ന്റെ താഴേക്ക് പേര് ഒരിക്കലും ബിമാജിക്കിന്റെ സെഷൻസിൽ വരാൻ പാടില്ല. കാരണം ഇതിന് പല ട്രെയിനേഴ്സും വന്ന് ക്ലാസ് എടുക്കുന്നതാണ്. അവർക്കൊക്കെ എന്ത് ചെയ്യും ഇതിന്റെ എനർജി. ഇതിപ്പോ പണ്ടുള്ള അതേപോലെ ആൾക്ക് ഒരുപാട് പുതിയ ആളുകൾ വന്നവർക്ക് നമുക്ക് ബിമാജിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ നിലനിർത്താൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായത്. ക്ലിയർ ആയോ? ആ ആളുകൾ ഇതിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്തോ കുറച്ച് കാര്യങ്ങൾ അവർക്ക് കിട്ടാത്തതുണ്ട്. സോ ബി അവെയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അവരെ പേയ്മെന്റ് ചെയ്ത ആളുകളാണ്. അവര് ചെറിയ പേയ്മെന്റ് ആണോ ചെയ്തത്, വലിയ പേയ്മെന്റ് ആണോ ചെയ്തതെന്നല്ല, ദേ പെയ്ഡ്. അപ്പൊ നമ്മുടെ ടീംസ് എന്ത് ചെയ്യണം? അത്തരം ആളുകളെ വിളിക്കണം, ഫീഡ്ബാക്ക് എടുക്കണം. അതേപോലെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം, അല്ലെങ്കിൽ ലീഡേഴ്സുമായിട്ട് നിരന്തരം തന്നെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നാളെ ഞാൻ ഉണ്ടാവും മോർണിംഗ് സെഷനിൽ. ഒരു 35 അബോവ് മെമ്പേഴ്സ് നാളെ എന്തായാലും ഇതിലുണ്ടായിരിക്കണം. ഇറ്റ്സ് എ ടാർഗറ്റ്. ക്ലിയർ ആയോ? 35 അബോവ് മെമ്പേഴ്സ് നിർബന്ധമായിട്ട്. ഞാൻ അത്രയും മെമ്പേഴ്സ് ഉണ്ട് ഇതില്. 35 എന്ന് വെച്ചാൽ ഒരു 100 ആളുകൾ ഉണ്ടെങ്കിൽ 50% ആളുകൾ പങ്കെടുക്കണ്ടേ? പങ്കെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അവരെല്ലാവരും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഷമീറ മാം ശ്രദ്ധിക്കുക, അജിഷ ശ്രദ്ധിക്കുക, ഗോപിക ശ്രദ്ധിക്കുക. ലീഡർ ആണെന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കുക. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ലീഡർ ആണ് നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഇന്നത്തെ സെക്ഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ടു ഓൾ.